Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഒരു പഴയ മലബാർ സ്പെഷ്യൽ സ്നാക്കിന്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. പഴയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും മലബാറിലെ സൽക്കാരങ്ങളിലും നോമ്പുതുറകളിലും ഇത് ഉണ്ടാക്കാത്ത വീടുകൾ വളരെ കുറവാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു അരക്കപ്പ് ബീഫ് വേവിച്ചെടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇവിടെ ബീഫിന് പകരം ചിക്കനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു 4 വിസിലൊക്കെ വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനും വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയും 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി പത്തിലുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ടയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം ഒരു വലിയ ചപ്പാത്തിയുടെ ഒക്കെ വണ്ണത്തിൽ തന്നെ ഉണ്ടയാക്കി വെക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. നൈസായിട്ട് തന്നെ പരത്തണം. കട്ടിയിൽ പരത്തുമ്പോൾ കുട്ടികളൊന്നും അത് തിന്നില്ല. അതിൻ്റെ മസാല മാത്രം തിന്നിട്ട് അതിൻ്റെ ആ പുറം ഭാഗം വേസ്റ്റാക്കി കളയും. അതുകൊണ്ട് നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ മസാല അതിൻ്റെ 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. 2 ഭാഗത്തെന്ന് പറഞ്ഞാൽ 2 ഒരേ ഭാഗത്ത് തന്നെ വെക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മറ്റേ വശം ഇതിൻ്റെ മേലെ വെച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യണോ, ഇല്ലെങ്കിൽ അത് നെയ്യിലിടുമ്പോൾ അതിന് മസാല ഒക്കെ പുറത്തേക്ക് വരും. നന്നായിട്ട് കൈ കൊണ്ട് അമർത്തി കൊടുത്താൽ അതവിടെ ഒട്ടിപ്പിടിച്ചോളും. ഇനി ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയാം. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതെങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളതും ഇതുപോലെ പരത്തി മസാല വെച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തട്ട് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം ഓയിൽ വേണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 2 or 3 ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ മലബാറിൻ്റെ ഫേവറേറ്റ് ഇറച്ചി പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.